നമ്മുടെ നടൻ ദേവൻ നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു നടനാണ് അദ്ദേഹം അദ്ദേഹം കോൺഗ്രസ് ചേർന്നു. ഇപ്പോൾ നല്ല ഓർമ്മയുണ്ട്, നമ്മുടെ ചാനൽ ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം കോൺഗ്രസ് ചേരാൻ പോയതും സോണിയാഗാന്ധി കൂടിക്കാഴ്ച നമുക്ക് ഓർമ്മയുണ്ട്. പിന്നീട് അദ്ദേഹം കുറച്ച് അപ്പോൾ അത് വിട്ടു. കഴിഞ്ഞ് അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ചു, ഇലക്ഷനൊക്കെ മത്സരിച്ചിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഇപ്പോൾ കേൾക്കുന്നു അദ്ദേഹം വിജയിൻ്റെ പാർട്ടിയിലേക്ക് ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിന്റെ സാധ്യതകൾ എങ്ങനെ കാണുന്നില്ല? വിജയന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതാണ്, വിജയന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത്. നിലവിൽ വിജയന്റെ പാർട്ടി കേരളത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, കേരളത്തിൽ ഘടകമില്ലെന്ന് തോന്നുന്നു, ആരാധകരുള്ളൂ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിജയ് എന്ന് പറയുന്നത് തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. വിജയ് ഒരു കേരളത്തിൽ ഒരുപാട് ആരാധകർ, വലിയ ഫാൻ ബേസ് ഉള്ള മോഹൻലാലിനോടൊപ്പം തന്നെ ഫാൻ ബേസ് ഉള്ള ഒരു താരമാണ്. അത് അദ്ദേഹത്തിന്റെ സിനിമാ നടനായിരുന്നു അംഗീകാരം കിട്ടിയത്. അദ്ദേഹം ഇനി സിനിമയിൽ അഭിനയിക്കുന്നില്ല. അപ്പൊ ആ അംഗീകാരം കേരളത്തിൽ ഇനി കിട്ടുമെന്നുള്ളത് അറിയത്തില്ല. പ്രസക്തമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ പോലുള്ള വിഷയങ്ങൾ കേരളത്തിന്റെ താല്പര്യത്തിനെതിരെ നിലപാടെടുക്കുന്നു. കേരളത്തിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ പോലും, അതായത് ഈ മെറ്റലും സാധനങ്ങൾ കൊണ്ടുവരാൻ പോലും, അതായത് തമിഴ്നാടിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് വിജയ് മാറിക്കഴിഞ്ഞു എന്നാണ് പൊതുവെ. നടനെന്ന നിലയിൽ പുള്ളിക്ക് തമിഴ്നാടിനൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആരാധകരാണ് പ്രധാനം. ഒരു സംസ്ഥാനം എന്നതിലുപരി ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന നടനായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം മാറുന്നു. അപ്പം അദ്ദേഹത്തിന് കേരളത്തിലേക്ക് താല്പര്യം വരുന്നു. അങ്ങനെ ദേവനെയാണ് കാണുന്നത്. പക്ഷേ ദേവൻ എന്ന് പറയുന്ന ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനെയോ ഒന്നും കൊണ്ട് കേരളത്തെ ഇളക്കി മറിക്കാൻ വിജയിക്കോ പറ്റില്ല. അതിന് ഒരു വലിയ നേതാവ്, കാര്യം കേരളത്തിന് ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടി കാലുറപ്പിക്കാൻ, അതായത് കേരളത്തിലൊരു മുന്നണി സംവിധാനമുണ്ട്, ഇതിന് പുറത്ത് നിൽക്കുന്ന ബി ജെ പി, കേന്ദ്രത്തിന്റെ ഭരണമുണ്ട്. ബി ജെ പിക്ക് പോലും വലിയ മാറ്റങ്ങൾ, വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഒരു രണ്ട് വലിയ മുന്നണി സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. ജാതീയമായ ഘടകങ്ങളെല്ലാം ഈ രണ്ട് മുന്നണി സംവിധാനങ്ങളെ അവർ വീതിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ എന്ത് പറഞ്ഞാലും ഈ ജാതി മത സമവാക്യങ്ങളെല്ലാം നിർണായകമാണ് ഫാൻ ബേസിന് അപ്പുറത്ത്. അപ്പം ഈ വിജയന്റെ പാർട്ടിക്ക് ഇതിനെ തകർക്കുന്ന, അതായത് ഈ ജാതി മത സമവാക്യങ്ങളെയൊക്കെ തകർത്ത് ജനസ്വാധീനം നേടുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. എന്തായാലും അത് ദേവന് ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നമ്മുടെ നടി പ്രിയങ്ക അവരും മറ്റേ ചില കേരളത്തിലെ ഈ പാർട്ടിയുടെ നിലവിൽ ചില നേതാക്കന്മാരുണ്ട് പോലും, അവരെല്ലാം കൂടെ ചെന്ന് അദ്ദേഹത്തെ കണ്ട് ചർച്ച നടത്തി. പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് ആയാൽ ഇതൊരു വളരെ ചെറിയ പാർട്ടിയായിട്ട് മാറിപ്പോകാനേ സാധ്യതയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടിയുടെ വിപ്ലവം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പൊ അരവിന്ദ് കെജ്രിവാൾ ആത്മാർത്ഥമായി കേരളത്തില്, അതായത് ഡൽഹിയെ പോലൊരു സംവിധാനം, അല്ലെ ഡൽഹിയുടെ ഒരു പരിച്ഛേദമായി വേണമെങ്കിൽ കേരളീയ ജനതയെ കാണാം. അപ്പൊ ആം ആദ്മിക്ക് വേണമെങ്കിൽ കേരളത്തിലേക്ക് സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നു. അതിന് ഒരുപാട് എഴുത്തുകാരൊക്കെ വന്നു, പൊതുസമൂഹം ഒരുപാട് വലിയ വന്നു. എന്നിട്ട് പോലും അതിന് വളരാൻ പറ്റാത്തത് ഒരു മാസ് നേതാവിന്റെ കുറവായിരുന്നു. ഈ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ തന്നെ മനസ്സിൽ കണ്ടത് വി എസ് അച്യുതാനന്ദനായിരുന്നു അന്ന്. അതെ അതെ അതെ. അപ്പൊ വി എസ് അച്യുതാനന്ദനെ പോലൊരു നേതാവ് വന്നിരുന്നെങ്കിൽ മറ്റൊന്നായി പോകാൻ. അതേപോലെ തന്നെ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന വേറൊരു നേതാവ് വി എം സുധീരനാണ്, അഴിമതി വിരുദ്ധ പ്രതിച്ഛായ. അഴിമതി വിരുദ്ധ പ്രതിച്ഛായമായിട്ട് വിജയിന്റെ പാർട്ടി വരികയാണെങ്കിൽ ഇന്ന് വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിപ്പില്ല. അത്രയും തലയെടുപ്പുള്ള ഒരു നേതാവ് ഇതിനെ നയിക്കാനുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ഭരണം പിടിക്കുക, അല്ലെങ്കിൽ MLA-മാരെ സൃഷ്ടിക്കുക ഒക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിരിവൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുള്ള വ്യവസായികൾക്ക് തമിഴ്നാട്ടിൽ കച്ചവടം നടത്താൻ വേണ്ടി ഉള്ള ഇടനില നിൽക്കാനുള്ള ഒരു സംവിധാനമായി മാത്രമേ ഇവിടുത്തെ നേതൃത്വത്തിന് നിൽക്കാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പൊ തന്നെ കേരളത്തില് പല വ്യവസായികൾക്കും ബിസിനസ് തമിഴ്നാട്ടിലാണ്. ഇപ്പൊ തിരുവനന്തപുരത്തുള്ള പല മുതലാളിമാരുടെയും ബിസിനസ് എല്ലാം കന്യാകുമാരി ജില്ലയിലാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി പലരും ജയലളിതയുടെ പാർട്ടിയിലൊക്കെ ചേർന്നവരുണ്ട്. രമേശിനെ പോലുള്ളവരൊക്കെ AIADMKയുടെ ഭാഗമായിരുന്നു പണ്ട്. മാത്രമല്ല കൊല്ലത്തെ പഴയകാല കാഷ്യൂ മുതലാളികളെല്ലാം അവരെ കാഷ്യൂ ഫാക്ടറി മുഴുവൻ കൊണ്ടുവച്ചേക്കുന്നത് കന്യാകുമാരി ജില്ലയിലാണ് ഇപ്പോൾ. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അത്തരം പരീക്ഷണങ്ങളിലേക്ക് ഒതുങ്ങാൻ പറ്റും. അതായത് ഇവിടുത്തെ കച്ചവടക്കാർക്ക് അവിടെ സേഫ് സോൺ ആക്കാനുള്ള രീതികളൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ കേരളത്തെ പിടിക്കാൻ ദേവനിലൂടെ എന്തായാലും വിജയിക്ക് പറ്റും. അല്ല, മാത്രമല്ല ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇപ്പോൾ അഴിമതി വിരുദ്ധ പ്രതിച്ഛായൊക്കെ ഒക്കെയാണ്. ഇപ്പോൾ അവിടെ നിലവിൽ കുറേ മന്ത്രിമാരെ അഴിമതിയും പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഇത് പോക്സോ കേസ് ഉള്ള മന്ത്രിമാർ അവിടെ ഉണ്ട്. അവരെ മാറ്റുമെന്ന് പറഞ്ഞെങ്കിൽ ഇനി മാറ്റിയിട്ടില്ല. ഒപ്പം നേരത്തെ രമേശ് പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നത് പറ പോലുള്ള സാധനം കൊണ്ടുവരുന്നതിന് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ
അത് എങ്ങനെ അതിനെ ഈ നേതാക്കന്മാരെ എങ്ങനെ ദേവൻ ഉൾപ്പെടെ എങ്ങനെ വിശദീകരിക്കുന്നുള്ള ചോദ്യമുണ്ട് മലയാളി. അതേപോലെ വേറൊരു കാര്യം പറഞ്ഞാൽ തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങൾ ചില സ്ഥലത്തുണ്ട്, പാലക്കാടും ഇടുക്കിയിലുമാണ്, മൂന്നാർ മേഖലയിലേക്കുണ്ട്, ഇടുക്കിയിലുമാണ്. ഇവിടെയൊക്കെ ചിലപ്പം ചില പഞ്ചായത്തുകളിലൊക്കെ ഇവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റിയേക്കാം. പക്ഷേ തിരുവനന്തപുരത്തുള്ള തമിഴ് സ്വദേശികളിൽ പോലും, അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന തിരുവനന്തപുരത്ത് അവരെ പോലും സ്വാധീനിക്കാൻ പറ്റത്തില്ല. കാര്യം അവരൊക്കെ പൂർണ്ണമായും കേരളീയരായി മാറിക്കഴിഞ്ഞവരാണ്, ഈ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരെ. ഇവരെല്ലാം മുല്ലപ്പെരിയാറിലും ഈ നിർമ്മാണ സാമഗ്രികൾ വരാത്തതിലും എല്ലാം ആശങ്കയിലാണ്. അതേസമയം ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള തോട്ടം തൊഴിലാളികളിൽ തമിഴ്നാട്ടിലല്ല, ഇടുക്കിയിലൊക്കെ ഉള്ള തോട്ടം തൊഴിലാളികളിൽ ചെറിയ സ്വാധീനം ചെലുത്താന്നുള്ള അല്ലാതെ വിജയിന്റെ പാർട്ടിക്ക് കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ, മാത്രമല്ല ഈ നടൻ ദേവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹത്തിന് നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു അദ്ദേഹം അത് ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് ഇപ്പോഴും സംശയം. പുള്ളിക്ക് ഭയങ്കര പാരകളായിരുന്നു. പുള്ളി എന്ന നടനെ നശിപ്പിച്ചത് സിനിമകളിലെ പുള്ളിയുടെ പാരകളാണ്. 80കളിൽ പുള്ളി ഒരു സൂപ്പർ സ്റ്റാറായി മാറുമോ എന്നൊക്കെ ഭയന്ന് ഒരുപാട് പാരകൾ പുള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ പാരകൾക്കിടയിൽ നിന്നുകൊണ്ട് പുള്ളിയുടേതായ സ്വന്തം വഴി വെട്ടിത്തെളിച്ച് നല്ലൊരു വില്ലനായി സൗത്ത് ഇന്ത്യ മുഴുവൻ തിളങ്ങിയ, തമിഴിലും തെലുങ്കിലും രജനീകാന്തിന്റെ സിനിമയിലൊക്കെ വില്ലനായിട്ട് അദ്ദേഹം അഭിനയിച്ച ഒരാളാണ്. പക്ഷേ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരനായ വില്ലൻ സുന്ദരനായ വില്ലൻ മാത്രമല്ല, സൗമ്യനായ ഇടപെടലുകളിൽ. ഇപ്പം ഒരു വില്ലൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം വിജയിയുടെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ വിജയ്ക്ക് അറിയാം ഈ സിനിമയിലെ വില്ലനല്ല ദേവൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് വിജയന് അറിയാം. അതുകൊണ്ടായിരിക്കാം വിജയ് ദേവനെ പറ്റി കേട്ടപ്പോ തന്നെ ഇത്രയും വലിയൊരു സംഘത്തെ അവിടുന്ന് കാറിലൊക്കെ ഇങ്ങോട്ട് അയച്ചു. സുരേഷ് ഗോപിക്ക് BJP-യിലേക്ക് വരുമ്പോഴും അന്ന് കൊണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മറ്റുള്ള നിലപാടുകളൊക്കെ പോട്ടെ, പക്ഷെ അദ്ദേഹം എല്ലാവരും സഹായിക്കുന്ന ആ ഒരു മനസ്സുള്ള ഒരു മനുഷ്യനാണ്. ദേവനും അത് തന്നെയാണ്. പക്ഷേ നമ്മൾ സുരേഷ് ഗോപിയെയും ദേവനെയും കൂടെ കമ്പയർ രണ്ട് രീതിയിൽ തന്നെയാണ്. സുരേഷ് ഗോപിക്ക് സഹായിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിരുന്നു. അദ്ദേഹം അത് പരമാവധി തന്നെ ഉപയോഗിച്ചു. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ് 32 ലക്ഷം രൂപയൊക്കെ കൊടുക്കാമെന്ന് കൊടുത്തോ ഇല്ലെന്നുള്ള വേറെ കാര്യം, കൊടുക്കാമെന്ന് പറയാൻ കാട്ടിയ ഒരു ആർജവം ഇപ്പൊ നമ്മൾ സിനിമയിലെ കോടീശ്വരന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും പോലും ചെയ്യത്തില്ല. അതെ, ഞാൻ തരാമെന്ന് പറഞ്ഞു, അദ്ദേഹം കൊടുത്താൽ അതെങ്ങനെ തിരിച്ചു കിട്ടുമെന്നുള്ള പോലും ചോദ്യമുണ്ട്. ഈ കാര്യം ഒരു പറ്റില്ല. അദ്ദേഹം അടിസ്ഥാനപരമായി MPI കേന്ദ്രമന്ത്രിയൊക്കെ ആണെങ്കിൽ സ്വകാര്യ വ്യക്തിയാണ്. അദ്ദേഹം സർക്കാർ ഫണ്ടിലേക്ക് തീർത്ത് കൊടുത്താൽ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നുള്ള ചോദ്യം കൊടുക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് അതൊക്കെ എന്നാലും ഞാൻ പറഞ്ഞ കൊടുക്കാം, ആ മനസ്സ് കാണിച്ചല്ലോ. ഞാൻ തരാം എനിക്ക് വേണ്ട, ഞാൻ തരാമെന്ന് പറയാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചല്ലോ. ആ മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വേറെ ദേവൻ അതിന് പറ്റത്തുമില്ല. ഞാൻ പറഞ്ഞ ഇനി പറ്റുന്നവർക്ക് പോലും കാണിക്കാൻ പറ്റാത്ത മനസ്സാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് തൃശ്ശൂർ പോലൊരു സ്ഥലത്തൊക്കെ ജയിക്കാൻ പറ്റുന്നത്. മാത്രമല്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ദേവന്റെ ഭാര്യ പിതാവാണ് രാമു കാര്യാട്ട്. ഏറ്റവും മലയാളികളെ ഒരുപക്ഷെ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ലോക നിലവാരത്തിലേക്ക് ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമ ഒരു സാങ്കേതിക വിദ്യയുടെ സഹായം ഇല്ലാതെ അന്നത്തെ കാലത്ത് 60കളുടെ ആദ്യം എത്ര ദിവസം ഷൂട്ടിംഗ് നടന്നതാണ് ആ സിനിമയ്ക്ക്. അതെ, ഇന്ന് ചെമ്മീൻ പോലൊരു സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ 3 കൊല്ലം എടുക്കും. മാത്രമല്ല ഇത്രയും സാങ്കേതിക വിദഗ്ധരോ, വേലാർ, സലിൽ ചൗധരി, തകഴി, സബീർ സദാനന്ദൻ, ഋഷികേശ് മുഖർജിയാണ് സിനിമ എഡിറ്റ് ചെയ്ത്, മാർക്കസ് പട്ടേൽ ക്യാമറ, അങ്ങനെ ഒരു വലിയ ടീമിനെ വെച്ച് സത്യനും കൊട്ടാരക്കരയും മാധവും ഷീലയും എല്ലാം വെച്ച് സിനിമ ചെയ്തു. രാമുക്കാരെ കുറിച്ച് പറഞ്ഞ വേറെ കാര്യമാണ്. രാമുക്കാരായിട്ട് 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. നാട്ടിൽ നിന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു. പക്ഷേ അന്ന് നിയമസഭ കൂടിയില്ല. എന്നാൽ പിന്നീട് അദ്ദേഹം 67 അതോ 71 പാർലമെന്റ് ഇലക്ഷൻ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു. പക്ഷേ അദ്ദേഹം ജയിച്ചില്ല. കാരണം രാമക്കാരുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നപ്പോൾ, ഇവിടുത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നപ്പോൾ അദ്ദേഹം ജയിക്കുകയും അതല്ലാതെ സഹോദരിയുടെ മകനാണ് ദേവൻ, സഹോദരന്റെ മകനുമൊക്കെയാണ് ആണ്. കാരണം രാമക്കാരായിട്ട് നമുക്ക് ഏറ്റവും അഭിമാനം ഉയർത്തിയ ഒരു വലിയ ഒരാൾ തന്നെയാണ്. ഒരു സിനിമാക്കാരൻ എന്ന നിലയിൽ അത്ഭുതങ്ങൾ മലയാള സിനിമയെ കൊണ്ടുവന്ന മലയാള സിനിമ ഒരുപക്ഷെ ഈ ലോക സിനിമയുടെ സിനിമ, കടലിലെ രംഗങ്ങൾ ഒക്കെ ഇന്ന് ചിത്രീകരിക്കാൻ പോലും വലിയ വെല്ലുവിളികളാണ്. നിഷ്പ്രയാസം ചെയ്തെന്നുള്ളതാണ്. അല്ല, അന്താരാഷ്ട്ര മേളകളിലൊക്കെ ആദ്യം ഒരു മലയാള സിനിമ കടന്നു പോകുന്നത് ചെമ്മീനിലേക്കാണ്. അങ്ങനെ റഷ്യയിലും അവിടെ ടാഷ്കൻ ഫിലിം ഫെസ്റ്റിവൽ, അങ്ങനെ ഒരുപാട് അന്താരാഷ്ട്ര മേളകളിലൊക്കെ തന്നെ മലയാള സിനിമയുടെ സാന്നിധ്യം, മാത്രം രാമുക്കാരനെ പോലുള്ള അത്രയും വലിയ സ്റ്റേച്ചറുള്ള ആൾ. അപ്പോൾ അതൊക്കെ സാധിച്ച അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയിൽ നിന്നൊന്നും അദ്ദേഹം ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം അവസ്ഥ അദ്ദേഹം ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുപോലെ ദേവനെ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, അദ്ദേഹം നല്ല മനുഷ്യനും ഒക്കെയാണ്. പക്ഷേ അദ്ദേഹം ഈ പലതവണ പാർട്ടി വിട്ടതും അതുപോലെ ഇപ്പോൾ സ്വന്തമായിട്ട് ഇനി അങ്ങോട്ട് ഈ പാർട്ടിയിലേക്ക് ചേരുകയാണെങ്കിൽ ദേവനെ സംബന്ധിച്ചൊരു വ്യക്തിപരമായ അതൊരു നല്ല കാര്യമായിരിക്കും. സിനിമയില് സൂപ്പർ താരമാവാനുള്ള എല്ലാ സാധ്യതകളും ദേവനുണ്ടായിരുന്നു. അതിൽ പരാജയപ്പെട്ടു, പിന്നീട് വില്ലനായി തിളങ്ങി. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും ദേവന് സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അതെ, കാരണം നിലവിലെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ദേവൻ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വലിയ സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ലോക നിയമസഭാ ഇലക്ഷൻ അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം സജീവമായി രംഗത്തുണ്ടായിരുന്നു. പല സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. BJPക്ക് വേണ്ടി ആ
നാട്ടിക ഭാഗത്തൊക്കെ അദ്ദേഹം വളരെ ഉണ്ടായിരുന്നു. സജീവമായി മാത്രമല്ല അവിടെ ഇന്ന് കിറ്റ് തറ നടത്തിയത് കണ്ടു. കാരണം അദ്ദേഹം ധൈര്യം ഇറങ്ങി നേരിട്ടു. ഈ വന്ന ഇടതുപക്ഷക്കാർ അദ്ദേഹം നേരിടാനൊക്കെ നല്ല തൻ്റെ അടുത്തോട് നിന്നു. നല്ല പ്രസംഗമാണ്. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേവനും TVKക്കൊന്നും ക്ലിക്കാവുമോ പ്രസക്തി ഇല്ല. TVKക്ക് ക്ലിക്കാവണമെങ്കിൽ ഒരുപക്ഷെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇപ്പൊ TVK അവതരിപ്പിക്കുന്നവരാരും, കേരളത്തിൽ അവതരിപ്പിക്കുന്നവരാരും കേരളീയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് അവർ 1000 വോട്ടൊക്കെ കിട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ.